ഇപ്പോൾ ഈ ഒരു മാംഗോ സീസണിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ അതാ ചെറിയ ടൈപ്പിലുള്ള നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഓരോ മാങ്ങ ഇതുപോലെ ഒന്നിങ്ങനെ വരിഞ്ഞു കൊടുക്കാം. അപ്പോൾ കേടൊന്നും ഇല്ലാതെ നല്ല മാങ്ങ വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ അവിടെ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ മാങ്ങ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മാങ്ങ ഇതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ച് കുറച്ചൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മാങ്ങയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല, എന്നാലും ഈ ഒരു ശർക്കരപ്പാനിയിൽ കുറച്ച് സമയം നമുക്കിതൊന്ന് വറ്റി വരികയും വേണം. അപ്പോൾ അത് നമ്മുടെ മാങ്ങയൊക്കെ നല്ല പോലെ ഇവിടെ കുക്കായി വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ശർക്കര മാങ്ങ പണ്ടുള്ളവരൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇന്ന് ഈ ഒരു ഐറ്റം പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ വീട്ടിലൊക്കെ